നമസ്കാരം. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഡിസംബർ മാസത്തിൽ പ്രാരംഭത്തിൽ എല്ലാ കാര്യങ്ങൾക്കും മാർഗതടസ്സങ്ങൾ അനുഭവപ്പെടുവാൻ ഇടവരുമെങ്കിൽ പോലും പരസഹായവും അശ്രാന്ത പരിശ്രമവും നടത്തുന്നതിന്റെ വെളിച്ചത്തിൽ ഏറെക്കുറെ ഏറ്റെടുത്ത കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുവാൻ സാധിക്കും. എന്നാൽ ഇതിൽ നിന്നൊരു സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളോ അനുഭവങ്ങളോ പുരോഗതിയൊക്കെ 6 മാസത്തിന് ശേഷമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഡിസംബർ മാസത്തിൽ മാത്രമല്ല വരുന്ന മെയ് മാസം വരെയും അഹോരാത്രം പ്രവർത്തിക്കാൻ സന്നദ്ധനാകുവാനിടയുണ്ട്. എന്നാൽ ഒരിക്കലും ജോലി ഉപേക്ഷിക്കരുത് എന്നുകൂടി സൂചിപ്പിക്കുന്നു. വ്യാപാര വിപണന വിതരണ മേഖലയിൽ ഏർപ്പെടാം, സംയുക്ത സംരംഭങ്ങളിൽ ഏർപ്പെടാം എന്ന തോന്നലൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും പരാജയം ഉണ്ടാകുവാൻ സാധ്യതയുള്ളത് കൊണ്ട് പിന്മാറുവാനുള്ള ഉൾപ്രേരണ ഉണ്ടാകുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. വിദേശത്തുള്ളവർക്ക് നിലവിലുള്ള തസ്തിക നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ജോലി തന്നെ നഷ്ടപ്പെടുമോ എന്ന സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങൾ അഥവാ സൂചന ലഭിച്ചതിനാൽ മറ്റ് ജോലികൾക്ക് അപേക്ഷകൾ നൽകുവാൻ അവസരം വന്നു ചേരും. ഉപരിപഠനാർത്ഥം വികസിത രാഷ്ട്രത്തിലേക്ക് മനസ്സിലുദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കും. ഒരുപക്ഷെ ഫെബ്രുവരി, മാർച്ച് എന്നീ മാസകാലങ്ങളിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അധ്യയന വർഷം എന്ന നിലയിലുള്ള പ്രവേശനം ലഭിക്കുവാനാണ് സാധ്യതയുള്ളത്. മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ പിതാവിന് അസുഖങ്ങൾ വന്നു ചേരുകയും ആശുപത്രിവാസവും വേണ്ടിവരും. ഒരുപക്ഷെ 1-2 ദിവസം ആശുപത്രിയിൽ താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഇതിന്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ ദൂരദേശത്ത് നിന്നും ജന്മനാട്ടിൽ വന്നു പോകുവാൻ അവസരമുണ്ടാകുന്നതും ആണ്. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങളും മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അബദ്ധമായി തീരുവാനിടയുണ്ട്. മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ അവധി ലഭിക്കുകയില്ല എന്ന ധാരണയൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും അന്തിമ നിമിഷത്തിൽ അവധി ലഭിക്കുന്നത് വഴി ബന്ധുമിത്രാദികളോടൊപ്പം പുണ്യതീർത്ഥയാത്രകൾക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുവാനും മംഗളകരമായിട്ട് പര്യവസാനിപ്പിക്കാനും സാധിക്കും. പുത്രപൗത്രാദി സംരക്ഷണത്താൽ ആശ്വാസത്തിന് യോഗം കാണുന്നു. വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുന്നത് വഴി ഉദ്യോഗത്തിൽ മറ്റൊരു തസ്തികയുടെ ഉയർന്ന പദവിയോടുകൂടിയതായുള്ള ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരും. ഉന്നതരുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രസ്ഥാനത്തിന് അഹോരാത്രം പ്രവർത്തിക്കാൻ തീരുമാനിക്കും. വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ യുവതലമുറയിലുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ അവസരം വന്നു ചേരും. കലാമേഖലകളിൽ കലാ, സാഹിത്യം, കായികം എന്നീ മേഖലയിൽ പ്രാവീണ്യമുണ്ടെങ്കിൽ പോലും അവസരങ്ങൾ ലഭിക്കുക വളരെ കുറവായിരിക്കും. ഇതിന്റെ വെളിച്ചത്തിൽ മറ്റ് ജോലികൾ ചെയ്യുവാൻ സ്വയമേവ തയ്യാറാകുവാനും ഇടയുണ്ട്. ഒരു വിദേശ ഭാഷ പഠിക്കുക എന്ന സങ്കല്പത്തോടുകൂടി പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം വന്നു ചേരും. ഒരുപക്ഷെ നിലവിലുള്ള ജോലി ഉപേക്ഷിക്കാതെ ശനി, ഞായർ എന്നീ ദിവസങ്ങളിൽ പഠിക്കുന്ന വിധത്തിലുള്ള പാഠ്യപദ്ധതികൾക്ക് ചേരുവാനാണ് യോഗമുള്ളത്. പല പ്രകാരത്തിലും ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ വന്നു ചേരുകയും മരുന്നുകളൊക്കെ ധാരാളം കഴിച്ചാൽ പോലും മാറാത്ത ഒരു അവസ്ഥയിൽ ജീവിതശൈലി രോഗങ്ങൾക്ക് പ്രത്യേക ഭക്ഷണ ക്രമീകരണവും വ്യായാമവും യോഗയൊക്കെ പരിശീലിക്കാൻ ഇടവരും. ഇതിന്റെ വെളിച്ചത്തിൽ മാസത്തിന്റെ 2ാമത്തെ പകുതി മുതൽ രോഗശമനം വന്നു ചേരുവാൻ ഇടയുണ്ട്. വ്യക്തിത്വ വികസനത്തിന് സ്വയമേവ തയ്യാറാകുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ഉപരിപഠനം പൂർത്തീകരിച്ച പലർക്കും നിലവിലുള്ള രാജ്യത്തിൽ, അതായത് വികസിത രാഷ്ട്രത്തിൽ എത്തിച്ചേർന്ന പലർക്കും കഴിഞ്ഞ 2-3 മാസമായിട്ട് പഠിപ്പൊക്കെ പൂർത്തീകരിച്ചു. പക്ഷേ പഠിച്ചതിന് അനുസൃതമായിട്ടുള്ള ഉദ്യോഗം ലഭിക്കാത്തത് വഴി മറ്റു വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാൻ ഇടവരും. വ്യക്തി സ്വാതന്ത്ര്യം പരമാവധി പ്രയോജനപ്പെടുത്തുന്നത് വഴി പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഭരണപരിഷ്കാരം ആവിഷ്കരിക്കാൻ അവസരം വന്നു ചേരും. അമിതമായുള്ള ആത്മവിശ്വാസം ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. മാതാപിതാക്കളുടെ നിർബന്ധത്താൽ സഹോദരങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ പോലും വസ്തുതർക്കം രമ്യമായി പരിഹരിക്കുവാൻ തീരുമാനിക്കും. വിലപ്പെട്ട രേഖകൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. പല കാര്യങ്ങളും ഓർത്ത് പ്രവർത്തിക്കാൻ സാധിക്കാത്തത് വഴി, ഓർമ്മിച്ച് പ്രവർത്തിക്കാൻ സാധിക്കാത്തത് വഴി എല്ലാം എഴുതി വെച്ചുകൊണ്ടും മനനം ചെയ്തുകൊണ്ടും ചെയ്തു തീർക്കുവാൻ ഒരവസരം
വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. കീഴ് ജീവനക്കാരുടെ പിൻബലത്താൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ അവസരം വന്നു ചേരും. തൊഴിൽ മേഖലകളിൽ പുതിയ ആശയങ്ങൾ പല 6-7 മാസമായിട്ട് അവലംബിക്കുന്നുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ളൊരു നേട്ടം ഇല്ലാത്തത് കൊണ്ട് ചില വിഭാഗങ്ങളെല്ലാം ഒഴിവാക്കുവാൻ തീരുമാനിക്കുവാനിടയുണ്ട്. വിദേശത്ത് സ്ഥിര താമസിക്കുവാനുള്ള അനുമതി ജീവിത പങ്കാളിക്ക് വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും വഴിയൊരുക്കുവാനും ഇതിന്റെ വെളിച്ചത്തിൽ ജന്മനാട്ടിൽ വന്നു പോകുവാനുള്ള അവസരവും പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പലപ്പോഴും പല കാര്യങ്ങൾക്കും അർദ്ധമനസ്സോടുകൂടിയാണ് ഏറ്റെടുക്കുന്നത് എന്ന് വരികിലും ഒരു പക്ഷേ ഇതിന്റെ ഒരു നേട്ടം വരുന്ന 6 മാസത്തിന് ശേഷമേ ഉണ്ടായി തീരുകയുള്ളൂ. പുതിയ കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാനിട വരുമെങ്കിൽ പോലും 2025 ജൂൺ മാസം മുതൽ 1 വർഷത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന കരാർ ജോലികൾ ഏറ്റെടുക്കുകയായിരിക്കും നന്നാവുക. അഥവാ 3 മാസം 4 മാസം എന്നൊക്കെ വിചാരിച്ചാൽ പോലും 6 മാസത്തിന് ശേഷമേ പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ധാരണ പോലും മനസ്സിൽ ഉണ്ടാവേണ്ടതാണ്. ഇതാണ് മൂലനക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ഡിസംബർ മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഡിസംബർ മാസത്തിൽ തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 6-7 മാസമായിട്ട് ചെയ്തു വരുന്ന പല കാര്യങ്ങളിലും പരാജയം ഉണ്ടാകുന്നത് വഴി ഇനി മുതൽ ഈ ഒരു പാത തുടരുന്നതിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറുവാനുള്ള അവസരമുണ്ടായിത്തീരും. ഒരു പക്ഷെ പ്രസ്ഥാനം മറ്റു ചിലർക്ക് വാടകയ്ക്ക് കൊടുക്കുവാനോ മേൽവാടകയ്ക്ക് കൊടുത്തുകൊണ്ട് നടത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ സ്വല്പം നഷ്ടങ്ങൾ സംഭവിച്ചാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള അവസരത്തെ സ്വീകരിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ട് ചുമതലകളും സമ്മർദ്ദവും യാത്രാക്ലേശവും വർദ്ധിക്കുന്ന വിഭാഗത്തിലേക്ക് മാറ്റമുണ്ടാവുക ഇങ്ങനെയുള്ള ഒരു അവസരം വന്നു ചേരുന്നതിന്റെ വെളിച്ചത്തിൽ ഒരു പക്ഷെ ജോലി ഉപേക്ഷിച്ചാലോ മറ്റ് ജോലികൾക്ക് അപേക്ഷിച്ചാലോ അഥവാ വ്യാപാര വിപണന വിതരണ മേഖല ഏർപ്പെട്ടാലോ എന്ന പല തോന്നലുകളും ഉണ്ടാകുമെങ്കിൽ പോലും 6 മാസത്തേക്ക് ജോലി നഷ്ടപ്പെടുത്തരുത്, അല്ലെങ്കിൽ ഉപേക്ഷിക്കരുത്, രാജിവെക്കരുത് എന്ന നിർദ്ദേശം വേണ്ടപ്പെട്ടവരിൽ നിന്നും സ്വീകരിക്കുന്ന പക്ഷം അങ്ങനെയുള്ള ആശയങ്ങൾ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക തന്നെയായിരിക്കും ഏറ്റവും നന്നാവുക. കുടുംബ ബന്ധത്തിന് പ്രാധാന്യം നൽകുന്ന മക്കളുടെ സാമീപ്യം അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. പുണ്യതീർത്ഥ യാത്രകൾ മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ ഒരുപക്ഷെ വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പുത്രപൗത്രാദികൾ തീർത്തും അവിചാരിതമായിട്ട് ഡിസംബർ മാസത്തിലൊടുവിൽ വന്നു ചേരുന്നുണ്ട് എന്നറിഞ്ഞതിനാൽ നിശ്ചയിച്ച പുണ്യതീർത്ഥ ഉല്ലാസ യാത്രകൾ മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. സങ്കല്പത്തിനനുസരിച്ച് ഉയരുവാനും പ്രവർത്തിക്കാനുമുള്ള അവസരങ്ങൾ വന്നു ചേരുമെങ്കിൽ പോലും കൂടുതൽ പണച്ചെലവുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പാരമ്പര്യ വിജ്ഞാനം പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കും. ജീവിതശൈലി രോഗങ്ങളെ അതിജീവിക്കാനായിട്ട് ചിട്ടയോടുകൂടിയതായിട്ടുള്ള ഭക്ഷണ ക്രമീകരണങ്ങളും വ്യായാമം യോഗയൊക്കെ തന്നെ പരിശീലിക്കുവാനും ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുവാനും തീരുമാനിക്കും. സുദീർഘമായുള്ള ചർച്ചകളിലൂടെ പലപ്പോഴും ഏറ്റെടുക്കുന്ന പല കാര്യങ്ങളും മാസത്തിന്റെ 2ാമത്തെ പകുതിയിൽ ഏറെക്കുറെ പൂർത്തീകരിക്കാൻ സാധിക്കും. സാമ്പത്തികമായുള്ള വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വഴി പണം കടം വാങ്ങി പ്രവർത്തിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറുവാനും ഒരുപക്ഷെ ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള പദ്ധതികളായതുകൊണ്ട് സമയബന്ധിതമായിട്ട് പണം മുതൽ മുടക്കാൻ തക്കവണ്ണമുള്ള ഒരാശയങ്ങൾ അവലംബിക്കുവാൻ ഇടയുണ്ട്. യാത്രാക്ലേശം വർദ്ധിക്കുന്ന ഒരു വിഭാഗം ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറി ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ യോഗമുണ്ട്. ജോലിയിലിരിക്കുന്നവർക്ക് പലർക്കും നിലവിലുള്ള തസ്തികയ്ക്ക് കോട്ടം സംഭവിക്കും, അല്ലെങ്കിൽ ഈ ഒരു തസ്തിക 5-6 കൊല്ലത്തിൻ്റെ ഉള്ളിൽ തന്നെ നിലച്ചു പോകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭാവിയിലേക്ക് ഏറ്റവും അനന്ത സാധ്യതകളുള്ള ജോലിയെ വിലയിരുത്തി അങ്ങനെയുള്ള ഒരു പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം വന്നു ചേരും. ഒരു പക്ഷേ ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ
കൂടുതൽ പഠിക്കാൻ തക്കവണ്ണമുള്ള ഒരു അവസരമായിരിക്കാം. ഒരു വർഷത്തേക്കോ ഒരു പക്ഷെ 2 വർഷത്തേക്കോ ഇതിനു വേണ്ടി തയ്യാറാകുവാൻ പോലും യോഗമുണ്ട്. മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്ന സങ്കല്പത്തോടുകൂടി നിലവിൽ താമസിക്കുന്ന ഗൃഹത്തിന്റെ സമീപത്ത് തന്നെ ചെറിയൊരു ഗൃഹം വാങ്ങിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. പക്ഷേ അന്വേഷണത്തിൽ തൃപ്തികരമായിട്ടുള്ള ഒരു ഗൃഹം കണ്ടെത്തുക വളരെ കുറവായിരിക്കും എന്നുകൂടി സൂചിപ്പിക്കുന്നു. രോഗശമനം വന്നു ചേരുന്നത് വഴി പുതിയതായിട്ടുള്ള കർമ്മ പദ്ധതികൾ വിഭാവനം ചെയ്യുവാൻ അവസരം വന്നു ചേരും. വന്നു ചേരുന്ന അവസരങ്ങളെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാനായിട്ട് അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരുവാനിടയുണ്ട്. ആധുനിക സംവിധാനം അവലംബിക്കാനിടവരുമെങ്കിൽ പോലും പണച്ചെലവിനെ വിലയിരുത്തി തൽക്കാലത്തേക്ക് വ്യാവസായികമായിട്ടുള്ള മേഖലയിൽ നിന്ന് പിന്മാറുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പ്രവർത്തന ശൈലിയിൽ കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുന്നത് വഴി ഉന്നത ഉദ്യോഗസ്ഥരെ നിയമിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അനുസരണയില്ലാത്ത പല കാര്യങ്ങളും സ്വയമേവ മനസ്സിൽ തോന്നുമെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളിലും സ്വയമേവ ധ്രുവീകരിച്ചുകൊണ്ടും പരമാവധി പ്രസ്ഥാനത്തിന് വേണ്ടി പ്രയത്നിച്ചുകൊണ്ടുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ഒരുപക്ഷെ മേലധികാരികളിൽ നിന്നും തൃപ്തികരമായിട്ടുള്ള സമീപനം വന്നു ചേരുകയും കാര്യങ്ങളെല്ലാം തന്നെ ഉടമസ്ഥരെ ധരിപ്പിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ഇനി ഒരു 6 മാസം കൂടി ഇങ്ങനെ വേണ്ടിവരും എന്ന ധാരണ പോലും നൽകുവേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് കഴിഞ്ഞ 7-8 മാസമായിട്ട് ധാരാളം പരിശീലനവും അതുപോലെ തന്നെ അവസരങ്ങളും വന്നു ചേരുന്നതിന്റെ വെളിച്ചത്തിൽ ഇനിയും 6-7 മാസത്തേക്കും ഒരു വർഷത്തേക്കും മാസത്തിൽ 1-2 അവസരങ്ങൾ വന്നു ചേരുവാൻ പോലും യോഗം കാണുന്നതുമുണ്ട്. നിലവിലുള്ള ഗൃഹത്തിൽ ഉറക്കക്കുറവ് അനുഭവപ്പെടുക, സാമ്പത്തികമായിട്ടുള്ള നീക്കിയിരിപ്പ് കുറയുക, അല്ലെങ്കിൽ നിലവിലുള്ള ഗൃഹത്തിൽ നിന്നും ജോലിക്ക് പോയി കഴിഞ്ഞാൽ വേണ്ട വിധത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കാത്തൊരവസ്ഥാവിശേഷം, വിമ്മിഷ്ടം എന്നിവ അനുഭവപ്പെടുന്നത് വഴി ഗൃഹത്തിന്റെ വാസ്തുശാസ്ത്രപ്രകാരം പരിവർത്തനങ്ങൾ നടത്തുവാൻ തയ്യാറാകും. പൂർവികമായിട്ടുള്ള സ്വത്ത് ഭാഗം വയ്ക്കുന്നതിൽ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഭക്ഷണ പദാർത്ഥങ്ങളിലുള്ള അപാകതകളെ കൊണ്ട് ജീവിതശൈലി രോഗങ്ങളൊക്കെ വഴിയൊരുക്കുവാനിടയുണ്ട്. ഉന്നതരുടെ കർമ്മ പദ്ധതികൾക്ക് വിദഗ്ധമായുള്ള നിർദ്ദേശം നൽകുവാൻ അവസരം വന്നു ചേരും. യാതൊരു കാരണവുമില്ലാതെ വേണ്ടപ്പെട്ടവരും ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തവരും വിപരീതമായി തീരുന്നത് വഴി മാനസികമായിട്ടുള്ള സമ്മർദ്ദം വർദ്ധിക്കുവാനിടവരുമെങ്കിൽ പോലും ഈശ്വര പ്രാർത്ഥനകളെ കൊണ്ടും സൗമ്യ സമീപനത്താലും എല്ലാ കാര്യങ്ങളിലും മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടുകൂടിയും വിനയത്തോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം എല്ലാം ശുഭപരിസമാപ്തിയിൽ എത്തിക്കുവാനുള്ള സാഹചര്യങ്ങൾ പൂരാട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഡിസംബർ മാസത്തിൽ വന്നു ചേരുവാനിടയുണ്ട്.